Welcome back. Next, we are going to discuss redemption of preference shares. Redemption എന്ന് പറഞ്ഞാൽ കമ്പനി ഷെയർ തിരികെ വാങ്ങിയിട്ട് ഷെയറിന്റെ എമൗണ്ട് പേയ്മെന്റ് നടത്തുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്യും? കമ്പനി ലൈഫ് ടൈമിൽ തിരികെ മേടിക്കും. വേറെ ഒരു ഷെയറും എന്ത് ചെയ്യില്ല, കമ്പനി ലൈഫ് ടൈമിൽ തിരികെ വാങ്ങി അതിന്റെ എമൗണ്ട് കൊടുക്കുന്നില്ല. അപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി ലൈഫ് ടൈമിൽ ഷെയർ ക്യാപിറ്റൽ തിരികെ കൊടുക്കുന്നതാണ്. നോക്കാം നമുക്ക്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ടു redeem means to repay. Redemption of preference share means repayment of preference share capital to preference shareholders during the lifetime of the company. കമ്പനിയുടെ ലൈഫ് ടൈമിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തിരികെ കൊടുക്കുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. either at a fixed date or after the expiry of stipulated period. ഒന്നുകിൽ ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ, അതല്ലെങ്കിൽ കാലാവധി പൂർത്തിയായ ശേഷം. A company cannot return its share capital to its shareholders during its lifetime. സാധാരണ കേസിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈഫ് ടൈമിൽ ക്യാപിറ്റൽ തിരികെ കൊടുക്കാൻ പറ്റില്ല. വിത്തൗട്ട് ദി പെർമിഷൻ ഓഫ് കോർട്ടിന്റെ പെർമിഷൻ ഇല്ലാതെ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ബട്ട് ദി പെർമിഷൻ ഓഫ് കോർട്ട് ഈസ് നോട്ട് നെസസറി ഫോർ ദി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്ന കാര്യത്തിൽ എന്തിന്റെ ആവശ്യമില്ല, കോർട്ടിന്റെ സാങ്ഷൻ ആവശ്യമില്ല.